ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് കലിയുഗത്തിൽ അവർക്ക് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. കുറേ ആളുകളുടെ കൂടെ അവർ ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്താണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ആ സോഷ്യലൈസിങ് ആ സമയത്ത് കുറച്ച് ആളുകളെയൊക്കെ കാണുമ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ശരിക്കും അത് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് എനർജി പോകുന്ന ഒരു പ്രോസസ്സാണ്. അതേസമയം ആധ്യാത്മിക ആയിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ത കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എനർജി നമ്മൾ വൈബ് എന്നൊക്കെ പറയും, ഫ്രീക്വൻസി എന്നൊക്കെ പറയും. അത് കിട്ടുന്നതെന്ന് പറയുമ്പോൾ അത് പെർമനൻ്റ് ആണ്. കാരണം ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷന് പോയിട്ട് കിട്ടുന്ന സന്തോഷം നമുക്ക് കുറച്ച് നേരം അതിൻ്റെ കുറച്ച് സമയം കഴിയുമ്പോൾ നാളെ ഉണ്ടാവണം എന്നില്ല. അതേസമയം ആധ്യാത്മികതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന സന്തോഷം പെർമനൻ്റ് ആണ്. ഇന്ന് കിട്ടുന്ന സന്തോഷം തന്നെയാണ് ഒരു ഭക്ത കൂട്ടായ്മയിൽ ഇരിക്കുന്ന ആൾക്ക് നാളെ കിട്ടുന്ന സന്തോഷവും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗുരുവിനെ സമീപിക്കൽ, വിജന സ്ഥലത്ത് താമസിക്കാൻ താല്പര്യം, പൊതുജന സംഘത്തിൽ താല്പര്യമില്ലായ്മ, ഈ സോഷ്യലൈസ് ചെയ്യാനൊന്നും ആഗ്രഹമില്ലാത്ത ആൾ, അതുപോലെ എന്നിൽ കലർപ്പില്ലാത്ത ഭക്തി,